കൊച്ചിയിൽ കടുത്ത കുടിവെള്ളക്ഷാമം. വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസ് അടച്ചുപൂട്ടി കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നു. കൊച്ചി, വെണ്ണല, ചളിക്കവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊച്ചിയിൽ ആകമാനം കനത്ത കുടിവെള്ളക്ഷാമമാണ്. പ്രത്യേകിച്ചും വെണ്ണല ഭാഗത്ത്, വെണ്ണല ഭാഗത്തൊക്കെ വലിയ രീതിയിൽ കുടിവെള്ളം ലഭിച്ചിട്ട് ദിവസങ്ങളായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡിവിഷൻ കൗൺസിലർമാരടക്കം ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ സബ് ഡിവിഷൻ ഓഫീസ് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഓഫീസ് ഇങ്ങനെ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുമോ? വെള്ളം കിട്ടുമെന്ന് വെച്ചാൽ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. കുടിവെള്ളമില്ലാതെ നാട്ടുകാർ, പൊതുപ്രവർത്തകരുടെയും കൗൺസിലർമാരുടെയും വീടുകളിലോട്ട് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങൾക്ക് തക്കതായുള്ളൊരു മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചു ചോദിക്കുമ്പോഴത്തേനും ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്നൊക്കെ പറയുന്നതല്ലാതെ അവിടെ കുടിവെള്ളം ഒട്ടനവധി വീടുകളിൽ, കാരണം കോർപ്പറേഷൻ വെള്ളം മാത്രം, ഈ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഭൂരിഭാഗം, 90%. കിണർ വെള്ളം ഒട്ടുമില്ലാത്ത വീടുകളാണ് 90%. അപ്പോൾ ഇവർക്കൊക്കെ കുടിവെള്ളം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവർ കനിഞ്ഞാലേ പറ്റുള്ളൂ. ഞങ്ങൾ ഇവരുടെ അടുത്ത്, ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞു മടുത്തു. അവസാനം 4 കൗൺസിലർമാർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തുള്ള കൗൺസിലർമാരെല്ലാവരും ചേർന്ന് ഞങ്ങളിവിടെ ഉപരോധ സമരമാണ്. രാവിലെ ഇവിടുത്തെ എക്സിനെ വിവരം അറിയിച്ചിട്ട് അവർ രാവിലെ മീറ്റിംഗ് നടന്നു പറഞ്ഞ് പോയിരിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനോ ഇതിന് പരിഹാരം കാണാനോ ഇതുവരെ അവർ മുൻകൈ എടുത്തിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമരമായി മുന്നോട്ട് പോകാനായിട്ടാണ് എല്ലാവരുടെയും തീരുമാനം. എത്ര ദിവസം കുടിവെള്ളം വന്നിട്ട്? ഒരാഴ്ചയിലേറെയായിട്ട് വെള്ളമില്ല. വെണ്ണല പ്രദേശത്ത് വെള്ളം കിട്ടുന്നേയില്ല. മൂന്നാഴ്ചയായിട്ട് വെള്ളമില്ല. മൂന്നാഴ്ചയായിട്ട് വീട്ടിൽ വെള്ളമില്ല. ടാങ്കിൽ വെള്ളം അടിച്ചിട്ട് കഴിയണം. ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കാറില്ല. മെയ് 13 ഫുൾ ഷട്ട് ഡൗൺ പറഞ്ഞിരുന്നു. അന്ന് തുടങ്ങിയാണ് നമ്മൾ 2 ദിവസത്തേക്കുള്ളതെല്ലാം മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഇന്ന് 3ാമത്തെ പമ്പിംഗ് ഡേ ആണ്. ഇതുവരെയും വെള്ളം കിട്ടാത്തവരുണ്ട്. ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. അപ്പൊ അവര് സ്വന്തം പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ കംപ്ലൈന്റ് പറയുന്നതിൽ ഉള്ള ആൾക്കാർ വന്നിട്ടില്ല, കുറച്ചുപേരെ വന്നിട്ടുള്ളൂ. രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ സമരത്തിന് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വരണം. തന്നെയാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ജനം ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ചും ഇവരൊക്കെ പറയുന്നത് പോലെ ദിവസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട്, വെള്ളം കൊടുക്കണം സാധാരണക്കാരന്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് ഉപരോധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഓഫീസ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും എക്സിയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു കുറവ് കൂടി അവർ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കൗൺസിലർമാരടക്കമുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്.